ശ്രമം പ്രവർത്തകർ നടത്തുന്നു. പോലീസിനെ പ്രതിരോധത്തിലാക്കുന്നു പ്രവർത്തകർ. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കൂടുതൽ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ശ്രമിക്കുന്നു. വലിയ പ്രകോപനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രവർത്തകരെ പോലീസ് നേരിടുന്നു. ഇവിടെ കസേര ഉൾപ്പെടെ പോലീസിന് നേരെ എടുത്തെറിഞ്ഞ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള കാഴ്ചയാണ്. ഇവിടെയുള്ള കസേരകൾ ഉൾപ്പെടെ പോലീസിന് നേരെ പ്രവർത്തകർ വലിച്ചെറിയുന്നു. പോലീസിന്റെ കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് പ്രവർത്തകർ തകർക്കാൻ ശ്രമിക്കുന്നു. സമരത്തിൽ നിന്ന് മാറി ഇവിടെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്ന പ്രവർത്തകർ വളരെ വേഗത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം. ഇവിടെ ഉണ്ടായിരുന്ന കസേരകൾ ഉൾപ്പെടെ പരമാവധി പ്രകോപിപ്പിക്കുക. ഒന്നതിനപ്പുറത്തേക്ക് ഒരു ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള ഒന്നിലേക്കും പോലീസ് കടന്നിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണുന്നുണ്ട്. പ്രവർത്തകരെ പോലീസ് നേരിടുന്നത് ഉന്തും തള്ളും എന്നതിനപ്പുറത്തേക്ക് ഒരു നേരിടൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന തരത്തിലുള്ള സൂചന നൽകുന്ന ദൃശ്യങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് പുറത്തു വരുന്നത്. അതിശക്തമായ സമരം. തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അതിലിപ്പോൾ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ തുടർന്ന് ഇപ്പോൾ അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉന്തും തള്ളും എന്ന നിലയിലാണ് കാര്യങ്ങളുള്ളത്. നേരത്തെ 4 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ കുപ്പിയേറ് വടിക്കഷ്ണമെറിഞ്ഞു. ഒരു സംഘർഷ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, ഈ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിലാണ് പ്രവർത്തകരുള്ളത്. അതിനിടയിൽ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം അത് സംഘർഷാവസ്ഥ കൂട്ടുന്നുണ്ട്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ? സെക്രട്ടറിയുടെ ഏറ്റവും മുൻഭാഗത്ത് വലിയ സംഘർഷത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ്. സമരക്കാർ ഒരു ഭാഗം സെക്രട്ടറിയുടെ മതിൽ ചാടിക്കിടന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഈ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് തൊട്ടുപിറകിലായി പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ റോഡിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. പോലീസിന്റെ ബാരിക്കേഡിന് നേരെ കല്ലെടുത്തെറിയുന്നുണ്ട്. ഇത്തരത്തിൽ പോലീസിന്റെ ലാത്തി വാങ്ങി തിരിച്ച് പോലീസിന്റെ ബാരിക്കേഡുകൾക്ക് തന്നെ അടിക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന ഒരു ഭാഗത്ത് മതിൽ ചാടിക്കിടക്കാൻ വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ശ്രമിക്കുമ്പോഴാണ് മറുഭാഗത്ത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തെരുവിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ആശാ വർക്കേഴ്സിനോട് ചേർന്നാണ് ഈ സംഘർഷങ്ങളെല്ലാം നടക്കുന്നത്. അവരുടെ സമരം സമാധാനപരമായി ഒരു ഭാഗത്ത് തുടരുമ്പോഴാണ് ഇത്തരത്തിൽ സംഘർഷാവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സമരം മാറിയിരിക്കുന്നത്. പോലീസ് ഈ സെക്രട്ടേറിയറ്റിനകത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയറാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. എന്തായാലും പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു സമരം അത് തെരുവിലെ ഒരു സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. എന്തായാലും പോലീസ് സെക്രട്ടറിനകത്തുള്ള പോലീസ് സംഘം ഒരാളെയും അകത്ത് കയറാതെ തന്നെ കൃത്യമായി ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. ഇവർ ഓരോ ഭാഗത്തേക്ക് മാറി, അതായത് സെക്രട്ടേറിയറ്റിലെ സമരപന്തലിനോട് ചേർന്ന ഒരു ഭാഗത്ത് ഈ തെരുവിൽ പോലീസുകാർ ഏറ്റുമുട്ടുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കാണുന്ന കാഴ്ച സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടന്ന് പ്രതിഷേധങ്ങൾ സെക്രട്ടേറിയറ്റിനകത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണ്, അകത്തേക്ക് കയറി പ്രതിഷേധിക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. പോലീസ് പല ഭാഗങ്ങളിലും പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ആ പ്രതിരോധം പൂർണ്ണമായി ഒരുപക്ഷെ ഫലം കാണുന്നില്ല എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും അത്രത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അത്രത്തോളം പോലീസുകാർ ഈ ഭാഗത്തുണ്ടോ എന്നുള്ളതും സംശയമാണ്. ഒരു ഭാഗത്ത് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തെരുവിൽ ആക്രമിക്കുന്നു. മറുഭാഗത്ത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടന്ന് അകത്ത് കയറി പ്രതിഷേധിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒരു തെരുവ് യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുണ്ടാവുകയാണ്. പാളയത്ത് നിന്ന് തുടങ്ങിയ പ്രതിഷേധ മാർച്ച് അത് സെക്രട്ടേറിയറ്റിന് മുമ്പിലെത്തുന്നു. പിന്നീട് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിനിടയിൽ 4 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി ഉണ്ടാവുന്നു. പോലീസിന് നേരെ കല്ലേറ്, കുപ്പിയേറ് ഒക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. സംഘർഷാവസ്ഥ ഇപ്പോഴും അയഞ്ഞിട്ടില്ല.
സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം, അതാണ് പിന്നീട് വീണ്ടും സംഘർഷത്തിലേക്ക്, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്.